അമ്മേ സുകന്യേ ഞാനോ വല്യമ്മ ഇതോ ഇത് പാപ്പക്കായം കൊണ്ട് പലഹാരം ഉണ്ടാക്കാൻ സ്കൂളിൽ വിട്ട് വരുന്ന ചേച്ചിമാർക്ക് പാപ്പക്കായം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അമ്മ ഇത്ര മതിയോ ഇങ്ങനെ മതിയോ ഓരോന്ന് രണ്ടെണ്ണം മതി കട്ടിയില്ലല്ലോ അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാവൂലേ പൊന്നോ എന്താ കുഞ്ഞമ്മ ഇപ്പല്ലേ പഠിക്കാൻ പോകുമ്പോ കിട്ടുന്ന പേരുകൾ നല്ല രസമുണ്ട് അതെന്റെ ഡ്രസ്സിൻ്റെയാണേ ആ അച്ചുവോ അച്ചുതാ സ്കൂള് വിട്ട് വന്നോട്ടോ അമ്മയുടെ തുണിയുടെയാണതേ എന്റെയാണതേ കൊടുക്കണമ്മ അവൻ ഇവിടുത്തെ പാവം കുട്ടിയാണ് ഈ പഴം 2 പൊടിയാക്കാനേ പറ്റുള്ളൂ അതിലും കൂടുതലാക്കി കഴിഞ്ഞാലേ ശരിയല്ല അങ്ങനല്ല പൊടിക്കേ അല്ല കുഞ്ഞമ്മയാണല്ലേ ഇന്നേ രാവിലെ എന്തായിരുന്നു മഴ വെച്ചിട്ടാ മഴ കാരണല്ലേ പണിക്ക് പോയത് പണിയും കൂടി മുടങ്ങി കത്തി എടുക്കടി ഉണ്ണി അതാ കത്തി എടുക്കടി ഉണ്ണി അതാ കത്തി താങ്ക് യു വെൽക്കം പറയേ വെൽക്കം വേക്കം അല്ലേ അത് ഒന്നല്ല ആ വെള്ളം കുടിക്കാൻ പറ്റില്ല കുടിക്കാൻ പറ്റുന്ന വെള്ളം ചെറുത്ത് തരാം കേട്ടോ ഒന്നും ആവില്ല അമ്മല്ലേ പഴംപൊരിക്കുള്ള മാവ് നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞമ്മയാണ് ഇന്നിപ്പോ ആരോ പറഞ്ഞു ഞാൻ പൊന്നു ഇങ്ങോട്ട് പൊന്നു കുഞ്ഞാമ അതിൻ്റെ അമ്മേ അതിൻ്റെ അമ്മമ്മേ അത് നിന്റെ അച്ഛേ അതിൻ്റെ മാവാണ് ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോഴേ മാവ് വെള്ളം പോലെ ഇങ്ങോട്ടാവും അല്ലേ അപ്പം കട്ടി നിൽക്കില്ല വെള്ളം പോലെ കേട്ടോ ചില സമയത്ത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ ചില കടയത്തെ എന്നിട്ട് പറയും ഇത് എണ്ണ മാത്രമേ ഉള്ളൂ ഇത് അത്ര കേട്ടോ ഇനി നമ്മളെ മക്കളിതാ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയ ഇതിപ്പോൾ പഴം ഇവിടെ കുറച്ചുണ്ടായിരുന്നു എന്നിട്ട് തികയാണ്ട് പിന്നെയും പോയിട്ട് പഴം വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇന്ന് രാവിലെ എന്നിട്ട് പഴം പുഴുങ്ങുകയും ചെയ്തു അമ്മ പഴം ചുടുകയും ചെയ്തു പഴം ചുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴുത്ത പഴം ചുട്ടിട്ട് അല്ലേ നല്ല മധുരം എന്തൊക്കെ പുഴുങ്ങിയതിനേക്കാളും രസം ഉണ്ടായിരുന്നില്ലേ നന്നായിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലേ പുറത്തത്തെ ഒരു കാര്യം നടക്കില്ല അല്ലേ നമുക്ക് ആ പുറത്തു കൂടെ ചെയ്യേണ്ടതൊക്കെ ഇന്നേ രാവിലെ രസം ഉണ്ടാക്കിട്ടോ രാവിലെ രസമാണ് അത് കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ മത്തൻ്റെ ഇല നുള്ളിയിട്ടില്ലേ ഉള്ളിമുളക് അരച്ചിട്ട് വൈകുന്നേരത്തേക്ക് മാത്രമല്ലേ അത് ഉണ്ടാക്കണം അമ്മയ്ക്കാണെങ്കിലോ അമ്മ നാളെ രാവിലെ ബൈ ബൈ പറഞ്ഞിട്ട് പോട്ടോ അമ്മ കുറച്ച് നിൽക്കട്ടെ ബൈ ബൈ പറയൂ ആകെ 4 സൈഡിൽ വന്നിട്ട് ആകെ 4 സൈഡിൽ വന്നിട്ട് അപ്പോഴേക്കിപ്പോൾ തിരക്കൂട്ടുന്നു അമ്മ അറിയുന്ന കേട്ടില്ലേ എന്താ ആദ്യമായിട്ടാണ് അമ്മേനെ പിടിച്ച് നിർത്തിയിരിക്കണത് ഇത്ര ദിവസം ഇല്ലെങ്കിൽ അമ്മ എപ്പോഴും തന്നെ നിൽക്കേ ഈ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടെ ഇങ്ങോട്ട് ചായ ഇങ്ങോട്ട് വെച്ച് കുടിക്കുക വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇത് ആദ്യം എന്താ മാവേ പൊന്താൻ തുടങ്ങി നല്ല പഴുത്ത പഴം വേണം
അമ്മ പറയും ഞാൻ മകള് കളിയാക്കെന്ന് പറയും. ആ അത് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞങ്ങൾ എണ്ണയിലപ്പം ഉണ്ടാക്കുക കേട്ടോ. എണ്ണയിലപ്പം ഉണ്ടാക്കിയിട്ട് എന്താ ഇതേപോലെയൊക്കെ നോക്കി കണ്ട് പോന്നു കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കുമ്പല്ലേ വട്ടം ചുറ്റിയ മാത്രമേ എളുപ്പമുള്ള ചേർന്നേ ഇല്ല. എങ്ങനെ നോക്കിയാലും അന്ന് ചട്ടുകം കൊണ്ടോ ഞാൻ വെറുതെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കുമ്പോൾ ചട്ടുകം കൊണ്ടുണ്ട് എന്താ തല്ലാൻ വരുന്നുണ്ട് അമ്മ. അത് കേട് വന്ന് ഞാനെന്താ ചെയ്തത് ഓർമ്മ ഉണ്ടോ അമ്മക്കത്? ആ എന്നിട്ട് പിന്നെ അമ്മ ആ മാവ് മാറ്റിയിട്ട് അമ്മുട്ടി വേറെ മാവ് അരച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോഴല്ലേ ഇതിങ്ങനെ എന്താ വട്ടത്തിൽ വരേണ്ട സാധനം ഇങ്ങനെ വളഞ്ഞ് വരുന്നു. അതെന്താ അമ്മ പറ്റിയതെന്ന് വയ്യ. അപ്പൊ ഈ ഹോട്ടലുകാരൊക്കെ അല്ലേ ഇത് ഉണ്ടാക്കുമ്പോ ഇപ്പൊ തട്ടുകടക്കാരൊക്കെ കണ്ടില്ലേ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് അമ്മ അറിയാ കണ്ണെട്ടിട്ടാണ് പറഞ്ഞിട്ട് അമ്മുട്ടി എന്താ ഞാനല്ല കേട്ടോ, വേറെ ആരോ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ അവരോടുള്ള കലിയൊക്കെ എന്നോടാ തീർത്തുന്ന് മാത്രം. ഞാൻ അന്ന് വെറുതെ പോയി നോക്കിയത്. എന്താ അമ്മ അത് ശരിയാവണില്ലേ പറഞ്ഞിട്ട് പോയി എന്താ കിട്ടുകയും ചെയ്യുമല്ലോ, കാരണന്മാർക്ക് വെച്ചു കൊടുക്കേ. അങ്ങനെ എന്തോ പരിപാടിയാണ് കേട്ടോ. തോനെ ബന്ധുക്കാരും വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് ഓരോന്ന് കൊടുക്കണ്ടേ. ഇനി വരുമ്പോൾ അമ്മക്ക് എണ്ണയിലപ്പം ഉണ്ടാക്കണം കേട്ടമ്മ. എന്നിട്ട് ഇറച്ചിക്കറി ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. എണ്ണയിലപ്പം ഇറച്ചിക്കറിയും നാടൻ കോഴി. അതിന് നാടൻ കോഴി വെച്ചതൊക്കെ കഴിക്കണ്ടേ. അമ്മോ താഴെ ഇരിക്കും. അമ്മൂന് സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണ് തോന്നുന്നുണ്ട്. ഇന്ന് ക്ലാസ് എടുത്തില്ലേ? ഉച്ച കഴിഞ്ഞിട്ടോ? 2 മണി. ആകെ എന്താ പ്രശ്നം എന്നറിയോ? രാവിലെ ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലേ ഈ അമ്മു ആ ചോറ് ഇതെത്ര കഴിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് വരും. ചൂടായിട്ടില്ലേ? ചട്ടി ചൂടാവട്ടെ. ഇത് ഞാൻ കാരണമല്ല കേട്ടോ, തീ കത്താത്ത കൊണ്ടാണ്. ഇനി ചായ എത്തി കടീനാവുണ്ട്. പൊന്നൂന് ചായ എത്തി വായോ. നമ്മൾ ചായ വെച്ചില്ല മണ്ണായില്ലേ? നന്നായി. വലിക്കട്ടെ എടി, നീ ഒരു വലി വലിച്ച ഞാൻ അങ്ങോട്ട് എത്തും. എന്താണ് ഇനിയിപ്പൊ അവിടെ പാട്ടും കൂത്തൊക്കെ? എന്താ പാട്ടും കൂത്തൊക്കെ അറിയേ? എന്തറോ എന്തടോ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് എന്തുള്ള മത്തൻ്റെ എല്ലാം നുള്ളാതെ. അമ്മ തോന വേണോ? എന്താ അപ്പുച്ച, എന്താണ് നിന്റെ പ്രശ്നം? പറ. നുള്ളിക്കട്ടോ, പിന്നെ നുള്ളാൻ പറ്റില്ല. എന്ത് മൂത്തൂരിനൊക്കെ നുള്ളിക്കറിയാം, തലപ്പിൽ നുള്ളാണ്ടേ. ഇതാ ഇവിടേക്ക് ഉള്ളതേ. ഇടയ്ക്കിടയ്ക്ക് നുള്ളിയിട്ടില്ലേ കൂട്ടാൻ വെക്കണം. ഇല ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നുള്ളായിരുന്നോ? കണ്ണു കെട്ടണ്ട പണ്ണേ. എടി മഴ പെയ്യുന്നടി. തുണി ആന്ന്. ഇതിന്റെ തണ്ടിന്റെ പടല്ലേ ഇത്. നമ്മള് തണ്ടിന്റെ അവിടെ എന്താ പെരിയൊക്കെ എടുക്കാത്തുള്ളൂ. എന്താ ഈ തണ്ട് ചില ആൾക്കാർ ഇങ്ങനെ തൂമ്പോടെ പൊട്ടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഇന്ന് അമ്മ പോകുമ്പോൾ 4 കൊണ്ടുപോയിക്കോട്ടെ അമ്മ. മത്തൻ്റെരാ വേണ്ടേ? ഞങ്ങളുടെ ഇവിടെ വേണ്ടേ? ഏട്ടന് ഇഷ്ടമാണ്. വലിയേട്ടനൊക്കെ ഇഷ്ടമാണല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണ് ഇത്, മത്തൻ്റെ ഇല. നമുക്കില്ലേ, ഞാൻ പറഞ്ഞില്ലേ മത്തൻ നമുക്ക് വേണ്ട, കാച്ചിട്ടില്ലെങ്കിലും സങ്കടമല്ല. പക്ഷെ ഇല വേണമല്ലേ? സതിയേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ചീത്തറിയ സതി നോക്കിയൊക്കെ കിടക്കണത്. അതൊന്നും കുഴപ്പമില്ല, ആ ചെടി കേടില്ല. ഒരേലും കേടില്ല. അതന്നെ ഭാഗ്യം. അതന്നെ ഭാഗ്യം പ്രിയ. മതി പോര്. അങ്ങോട്ട് വെക്കുക. തുണികളൊന്ന് എടുത്ത് വെക്കട്ടെ. ഇത്
ഉപ്പേരി വെക്കണം ഒരു ദിവസം അല്ലേ. ഇനിയുണ്ട് കുറച്ച് തോനെ പൂവുണ്ടാവാൻ തുടങ്ങട്ടെ. ചിലവരില്ലേ പൂവ് എന്താ ഉപ്പേരി വെക്കുന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മുടെ അവിടെ പൂവൊന്നും എടുക്കാറില്ല. അത്രയ്ക്കുള്ള പൂവും കിട്ടാറില്ല. അത്രയ്ക്കുള്ള പൂവും കിട്ടാറില്ല അറിയാം. അല്ല പൂവ് ഉപ്പേരി വെക്കുന്നു. മുരിങ്ങയുടെ മത്തൻ്റെ ഇതും. അയ്യോ പൂവും വെക്കുന്നത്. മഴ ചാറാൻ തുടങ്ങിട്ടോ. മഴ മൂടിക്കുന്നുണ്ട് ചിലപ്പോൾ. ഒന്നല്ലെങ്കിൽ എന്താ ഹർത്തൊലിച്ച് പെയ്യുക. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ പെയ്യാതിരിക്കുക അല്ലേ. നമ്മുടെ ഉമ്മറത്തെ തേക്ക് മുറിച്ചില്ലേ, തേക്ക് മുറിച്ചതിൻ്റെ അവിടുത്തെ മുല്ലക്കൊമ്പുകളൊക്കെ വെട്ടണം കേട്ടോ. മുല്ലക്കൊമ്പൊക്കെ വെട്ടിയിട്ട് ഇത് കൂടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അതിർത്തി പോലെ ഉണ്ടാക്കണേ. അത് നാളെ ഉള്ളൂ ചെയ്യാൻ വിചാരിച്ച്. ഇതാരാ മുറ്റത്തോട് സുകന്യ പറഞ്ഞ പോലെ ഉമ്മർത്തിട്ടേക്കണത്? നായക്കൾ വന്നോ? നായക്കളൊന്നല്ല, പാൽച്ചായ കട്ടച്ചായ. പാല് കഴിഞ്ഞോ? അത് വേണ്ട, കട്ട മതി, കട്ട മതി, കട്ട മതി. ആ ഏട്ടാ ഇത് കണ്ടോ ഫുള്ളും. ഇനി ഇതില് ഇവിടെ ഫുള്ള് കാട് പിടിച്ചു കേട്ടോ. ഇനി വല്ല മലമ്പാമ്പൊന്നും വന്നു കഴിഞ്ഞു വെച്ചാൽ അറിയുന്നല്ല. നമ്മുടെ ഈ അതിർത്തിയില്ലേ, ഈ അതിർത്തി വരെ നമുക്ക് വെട്ടണം, കാട് വെട്ടണം കേട്ടോ. താഴേക്കൊന്നും നമുക്ക് എന്തായാലും വെട്ടാൻ പറ്റില്ല. സുകന്യേ ബാ കഴിക്കാൻ പോവാ, നമുക്ക് കഴിക്കാൻ പോവാന്ന്. അമ്മ ഉണ്ടാക്കണ നമുക്ക് തിന്നാൻ പോവാന്ന്. വാതിലടക്കി. അയ്യോ വീണേന്റെ ചിരി. പൊന്നു വീണോ? വീണിട്ടാണ് അങ്ങനെ സന്തോഷം, വീണിട്ടാണ് അങ്ങനെ സന്തോഷം കുട്ടിക്ക്. വേണ്ട ഒരു വള്ളി പടർന്നിക്കണുണ്ടോ? മത്തം വള്ളി. അത് അയ്യോ അതവിടേക്ക്, അതവിടേക്ക് തോട്ടിയോടേക്ക്, തോട്ടിയോടേക്ക്. ഞാൻ പിടിക്കാം. അതാ എവിടേക്കാ എന്നിട്ട്? മതി മതി, ഇവിടെ നോക്കട്ടെ. കണ്ടോ ഈ മുല്ലക്കൊമ്പുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് തൂങ്ങിക്കണണ്ടില്ലേ. ഇന്നത്തെ മുല്ലപ്പൂവും കഴിഞ്ഞു കേട്ടോ. അത് എങ്ങനെ നമുക്ക് എപ്പോഴും കാണാന്നുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ലേ. പിന്നെ നമുക്കില്ലേ ഇതിനെ ഓട്ടോ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കണ്ടോ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നേരെ പോയിട്ട് ഇവിടേക്കാണ് തട്ടുക. ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ച് വീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മണ്ണ് നമുക്ക് എടുത്ത് സെറ്റാക്കണം കേട്ടോ വണ്ടി കയറ്റണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ തേക്ക് നമ്മൾ കളയരുത് എന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ വീടിന് ഉപദ്രവമാണ് തേക്ക്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തട്ടാം. ഇത് രണ്ടും കൂടെ അതും പറ്റാത്ത അവസ്ഥയല്ലേ. ഇതാണ്ടോ ഇതിന് ഒന്നുമില്ല, കാതലില്ല. അത് അധികം ആയിട്ടില്ല ഉണ്ടായിട്ട്. ഇനി ഈ ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞു വെച്ചാൽ ഇത് കൂടെ ചീര വിത്തിട്ട നല്ല കാനൽ കിട്ടും. ഓ എവിടേക്ക് ബാ. ഏലൊക്കെ പോയേലും ഇഞ്ചിയൊക്കെ പോണ വഴി കണ്ടി. അവിടെ കണ്ടോ വഴിക്ക് അമ്മ വഴിക്ക്. ഇത് ഇവിടെ നേരത്തെ മഴയത്ത് വെക്കാൻ പാടില്ല, പൊട്ടിപ്പോവും. അവിടെ അവിടെ ചാരി വെച്ചാ ചാരി വെക്കട്ടെ ബാ. ടാർപ്പായ കുത്തി പൊളിക്കരുത് കേട്ടോ. വണ്ടി അപ്പൊ നിന്റെ അച്ഛനെ വണ്ടി എവിടെ നിർത്തുക? അപ്പോ ഏട്ടാ എവിടെ നിർത്തി വെക്ക് നോക്ക്. ആ പിന്നെ അച്ഛനെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അച്ഛനെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ വെച്ചോട്ടെ. അത് ശരി ശരി ശരി, മഴയത്ത് വെച്ചോട്ടെ അച്ഛട്ടോ. അതാ തോട്ടി കണ്ടോ, എത്ര ഒരു നീളാ തോട്ടിന്നറിയോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ വേണമെങ്കിലും ഇടാട്ടോ. പക്ഷെ വഴങ്ങണ്ടേ. തേങ്ങ ഇടാ, പക്ഷെ ഒന്നില്ലാന്നല്ലേ. ചാത്തപ്പോ എന്തിനാ വഴിപാടുണ്ടോ? മഴ നനയണമെന്നുള്ളത്. ഇങ്ങോട്ട് കേറ്. അടിയിൽ പോയിട്ട് പപ്പു 2 ദിവസമായിട്ട് പപ്പുവിനൊരു സുഖമില്ല. ഇന്നിപ്പോൾ അവന് എന്താ വിരയുടെ ഗുളിക വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇനി വൈകുന്നേരത്ത് പോയിട്ടേ ഉള്ളൂ വാങ്ങാം. പപ്പു ഏട്ടൻ വിളിച്ചോക്ക്. ആരോടും മൈൻഡില്ല. വെയ്യായി വന്ന നമ്മുടെ പോലെ തന്നെ അവർക്കും.
ബാ പൊന്നു കുഞ്ഞുണ്ണി വാ ഓട് 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 അങ്ങോട്ടോ സുകന്യേ ബാ ചായ കുടിക്കാൻ വാ ചൂടാവുന്നുണ്ടോ ഇനി എന്തായാലും വില ചൂടാവുണ്ട് അനക്കാണോ പഴംപൊരി ഓ ആ തോനെടുത്തോ കുട്ടിട്ടോ എന്തമ്മാ ഇതാണ്ടോ പൊണ്ടി വരുന്നത് കണ്ടോ ഇതില് അമ്മല്ലേ മൈദയും കടലമാവും ഉപ്പും മഞ്ഞപ്പൊടി പഞ്ചസാരയും നേരത്തെ കൂട്ടി വെച്ചു കേട്ടോ ഞാന് എന്താ അവിടെ കിടക്കുന്നു അപ്പൊ ഒരുപാട് നേരത്തെ കൂട്ടിയിട്ടില്ല ഒരു മണിക്കൂറൊക്കെ ഇല്ലമ്മ കൂട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊന്നും ഇല്ല 10-15 മിനിറ്റേ ഉള്ളൂ ഞാനിപ്പോ കടയിൽ പോയി പഴമായിട്ട് വരാനുള്ള നേരം തന്നെ ആയുള്ളൂ അതിന് വലുതെടുത്ത് കാണിക്കണമെങ്കിൽ അമ്മ ചൂടാണ് ഇതാ കണ്ട കണ്ട ചൂടാറിയത് കടയത്തെ പോലെ ഉണ്ട് എന്താ ചില കടയിൽ പോയാലേ ഒരു പഴംപൊരി കഴിച്ച് കഴിഞ്ഞാൽ വയറിന്നറിയില്ലേ ഒരു പഴംപൊരിയും ഒരു ചായയും കുടിച്ച് കഴിഞ്ഞാൽ വയറിന്നറിയും എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ളത് പരിപ്പ് വടയാണ് കേട്ടോ പരിപ്പ് വടി നല്ല കട്ടൻ ചായയും എന്താ കുഞ്ഞുണ്ണി ഞാൻ നല്ല അമ്മയുടെ വർത്താനം പറയുമ്പോഴേ അമ്മ മിണ്ടാതിരിക്കുമ്പോ പറയണേ അതുകൊണ്ടാണ് അമ്മ മിണ്ടാത്തത് എന്നിട്ട് പ്രസീനെ അമ്മ മടുത്തതും കൊണ്ടാണ് മിണ്ടാത്തതെന്ന് യോ എന്താ സ്വന്തം മക്കളെ എങ്ങനെ അമ്മമാര് മടുക്കുക അപ്പോൾ അതിൽ കമന്റ് ഇട്ടൊക്കെയാണ് അമ്മ മിണ്ടാത്തത് അമ്മയ്ക്ക് പ്രസീനം അടുത്തതും കൊണ്ടായിരിക്കുന്നത് ഞാനപ്പോ ഓരോരുത്തർ ഓരോ അനുഭവങ്ങളാണ് അപ്പൊ പിന്നെ അത് അവരുടെ അമ്മമാർക്ക് അവരവരെ മടുത്തിട്ടുണ്ടാവില്ല എന്താ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളാവുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം അമ്മ പറയാത്ത കേട്ടോ അമ്മയുടെ അവിടുത്തെ ഈ ഒരു പല്ല് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പല്ലൊക്കെ കുറ്റിപ്പല്ലയക്കണു അപ്പം പല്ല് വെക്കണം എന്നുണ്ട് ഈ നീർക്കെട്ട് കാരണം അമ്മയ്ക്ക് പല്ല് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡോക്ടർ പറഞ്ഞു മഴയൊക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അതും കൊണ്ട് പല്ലില്ലാത്തപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പല്ലില്ലായല്ല പല്ലുണ്ടുള്ള പല്ലൊക്കെ കുറ്റിയായിട്ട് നിൽക്കുക അപ്പം അതിൻ്റെ പ്രശ്നമാണ് അല്ലാതെ മടുത്തിട്ടോ വെറുത്തിട്ടോ മുണ്ടില്ലാതെ വിചാരിച്ചിട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ നമുക്കത് വ്യാധി തോന്നിയത് കൊണ്ട് പറയാട്ടോ സുകന്യത പെണ്ണാണാൻ വന്നോ കടിയാവട്ടെ കുറച്ച് പാലൊക്കെയല്ലേ അതവിടെ കാണും ചെടുത്തെടുത്ത് ഞാൻ എടുക്കാം അത് ഇതിലിട്ടാ മതി അതാ ഇഷ്ടം അങ്ങനെ മതി ഉള്ളി വേണ്ട അത് നല്ല രസമാണ് മധുരവും ഒക്കെ ഇട്ട് ചായ പാല് വാങ്ങാൻ പോണെന്ന് പറഞ്ഞേ അപ്പൊ ഇന്നിപ്പോ നമുക്കൊരു പയ്യര് വാങ്ങിയാലോ പൊന്നാ പയ്യര് വാങ്ങുക അല്ലെങ്കിൽ ആർക്കും വേണ്ട ചായ വേണ്ട പാൽ ചായ വേണ്ട ആ വീട്ടിൻ്റെ ഉള്ളിൽ പയ്യനെ കിടത്തണം ഉമ്മക്ക് എല്ലാവർക്കും ഇവിടെ കിടക്കണം ആ വീട്ടില് അങ്ങള് കിടക്കണോടത്തേ കട്ടില്ല അവര് കിടന്നോട്ടെ വല്യമ്മ കിടക്കണ റൂമില്ലേ ആ വല്യമ്മ കിടക്കണ റൂമില് അവിടെ കിടക്കാം നീ കിടക്കണ റൂമില് പയ്യനെ 2 കുട്ടീനെയും പയ്യനെയും നിർത്തുക കേട്ടോ പാല് കിട്ടും തൈര് കിട്ടും എല്ലാം കിട്ടും
കുഞ്ഞുണ്ണി പറയേട്ടാ അത് അവന്റെ വീടാത്രേ. അത് അതെല്ലാവരുടെയും വീടാ, എല്ലാവരുടെയും വീടാ. ഇത് എല്ലാവരുടെയും വീടാ. ഇത് പൊന്നൂസിന്റെ വീട് കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരുടെയും വീടാണ് കേട്ടോ. അങ്ങനെ അവൻ മിഞ്ഞാന്ന് പറയണേ ഇത് എല്ലാവരുടെയും വീടാ. നമുക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള വീട് കേട്ടോ. എന്ത് വീട്ടിൽ കയറും കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞാലേ എന്താ അമ്മതാ ഉണ്ടുണ്ടാക്കണോക്ക് കണ്ടാ. ഇനി ചോറ് വെക്കണം കേട്ടോ. ചോറിന് ഇതാ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് സുകന്യ മിറ്റടിക്കണ്ട വൈകുന്നേരത്ത്. മഴ ചാറുമ്പോ എന്തിനാ മിറ്റടിക്കണേ? എന്താണ് രാവിലെ അടിക്കണ്ടെന്ന് ഈ മഴ നാളെ ഉണ്ടാവുന്നു. പിന്നിപ്പോ ഇന്ന് രാവിലെ മഴ ഉണ്ടാവില്ലേ? അപ്പൊ എന്താ ഇതാ ഇപ്പൊ എവിടെ കുപ്പിവെള്ളം അടിച്ചു വരാന്? ഇനി കൊട വാങ്ങാൻ പോണ്ടേ? കൊട വാങ്ങണം. മഴ കുട കുട മഴ വന്ന മഴയുള്ള സമയത്ത് കൊട വാങ്ങാൻ പോയ കൊടക്ക് വില കൊടുത്തോ? അല്ല മറ്റേ അവര് പറഞ്ഞില്ലേ, അവര് പറഞ്ഞത് വില ഇന്ത്യയിൽ ഓർമ്മ ഉണ്ട്. ആ വെള്ളടിക്ക് കൊടുത്തവര്. ഉള്ളിയല്ലടി നമ്മ മാവ് എടുത്തോ? ഇല്ല വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോ വേഗം അരി അടുപ്പത്തിട്ട് പോരെ. എന്താടി നീ മഴ കൊണ്ടിട്ട് പോണ്ട. ആര് ഉണ്ണിയെ വയറിളക്കം ഉണ്ടാവും കേട്ടോ. അതാ എന്ത് പൊടിയത്? ഏട്ട അതൊരു ബൂസ്റ്റ് പോലത്തെ ഒരു സാധനേ. സതിയേട്ടൻ കൊണ്ടുവന്നതേ. മാറ്റി ചാടി എന്താ പൊന്നാ? പാൽച്ചായേ ഇല്ലേ അരിയിടാ. എവിടുന്ന പാല് കിട്ടുക? മറ്റവർക്ക് മാറ്റി എന്തമ്മാ പാലുണ്ടായിരുന്നേ. ചായ വെച്ച് പിന്നെ രണ്ടാതേ എന്നാ പനാ എല്ലാരും എടുത്തോളി. കടയിൽ പോകുമ്പോ ചപ്പ വാങ്ങിയിരുന്നു. നീ മഴയത്തല്ലേ എടി ഒരു ഗ്ലാസ് പാലുണ്ട് പറഞ്ഞില്ലേ, ആ പാലും കൊണ്ട് ചായ വെച്ച് കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് പാലുണ്ട് എല്ലാവർക്കും തയ്യില്ലാന്ന്. എല്ലാവർക്കും കരയണവർക്കുണ്ടായി കൊടുക്ക്. അമ്മോ സൂനി കഴിച്ചോ എന്നിട്ട് പോയാ മതി. ഏട്ടാ കഴിച്ചോളൂ. ദാ മഴ ചാറാൻ തുടങ്ങിട്ടാ. മഴ, കട്ടൻ ചായ, എണ്ണക്കടി. അമ്മ 4 നാഴി അരി എടുത്തിട്ട് വരുമോ? പഴംപൊരി വരും ഏട്ടാ. സുകന്യ ലൈറ്റ് അവിടെ ഇട്ടിട്ട് വന്നൊക്കെ അത്ര ഫാനേ. അത് മഴയല്ലേ, ഇടിയും വെട്ടിക്കഴിഞ്ഞാലോ എന്താ ചെയ്യാ? ഇനിയാണ് വെച്ചാൽ വേഗം സ്പീഡിൽ തീരെ പോകാനും കൂടി പറ്റില്ല കേട്ടോ. വഴിക്ക് വീഴുന്ന ഒരു മണ്ണാണ് ഇവിടെ. കണ്ടോ അവര് കഴിക്കണേ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഒരു പഴം കഴിച്ചു ഏട്ടാ. രമേശ് പിന്നെന്താ രമേശ് അല്ല കേട്ടോ, രതീഷ്. എനിക്കും രതീഷ് ഒരു വീഡിയോ. ഇപ്പൊ ചായ കുടിക്കാൻ വയ്ക്കല്ലോ. അമ്മമ്മ പോകണ്ടാലേ കുഞ്ഞാ. ഹരിപരോ കഴിച്ചോ? എന്നിട്ടവൻ എടാ ഞാൻ ഉണ്ടാക്കി
ഇതാ അവിടെ ബേസിനില്. എടാ കുഞ്ഞാ, അപ്പൊ വല്യമ്മ ഉണ്ടാക്കി തരുന്നത് ഏത് കണക്കിലാ? അത് പിച്ചട്ടെ എൻ്റെ അമ്മ. കിച്ചോ കുഞ്ഞിന് അത് ഏത് പാത്രത്തിലാ കൊടുക്ക്? കുഞ്ഞിന് ആ പാത്രം കാണിച്ചു കൊടുക്ക്. ഇതേ കഞ്ഞിവെള്ളത്തിൽ അങ്ങോട്ട് താളിച്ചാണ്ടല്ലോ, ഉണക്കമീനും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. കിട്ടിയില്ലേ? ഇതവിടെ ചായ അതാ ചായ. ഞാൻ പോവാണ്. പോട്ടെ. കുട്ടികൾക്കില്ലേ കുട വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുട നോക്കട്ടെ വിചാരിച്ചു. എന്തെല്ലാം പാടെ ഇപ്പോഴേ കുറച്ച് കേട്ടെ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് മഴ പെയ്യാൻ തുടങ്ങിയില്ലേ. അമ്മൂട്ടിക്ക് 4:30ക്കാണ് സ്കൂൾ വിടുക, അച്ചൂട്ടിക്ക് 4 മണിക്ക് വിടും. അപ്പോൾ 3:45 അച്ചൂട്ടിക്കും വിടും കേട്ടോ. അപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ അത്രയും ദൂരം നടന്ന് വരുമ്പോഴേ കുട ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ പോയിട്ട് വാങ്ങട്ടെ വിചാരിച്ചിട്ട്. ഇനി മത്തൻ താളിപ്പ് നാളെ നമ്മൾ വീഡിയോയിൽ കാണിച്ചല്ലേ അല്ലേ? വെള്ളം ഒഴിക്കുക, എന്താ ഉള്ളിമുളകും വെളുത്തുള്ളി ഇടും കേട്ടോ അമ്മ. വെളുത്തുള്ളി ഇടുക, താളിക്കുക, പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മഴ പെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല, ചൂടിനൊരു കുറവുമില്ല. ഇത് നത്തൾ മീൻ വറക്കാൻ കേട്ടോ. നമ്മൾ നമ്മുടെ വിശേഷം നിർത്തല്ലേ? ഇവർ രണ്ടുപേരും എന്താണെന്നറിയോ വന്ന് ഒട്ടി നിൽക്കണത്? അവർക്കൊന്ന് പുറത്തേക്ക് വരണം എൻ്റെ കൂടെ. അതിന് വേണ്ടിയിട്ട് അമ്മ ഞാൻ വരട്ടെ രണ്ടുപേരും വരട്ടെ പറഞ്ഞിട്ട് കാത്തൊക്കെ. അച്ചുട്ടിയുടെ ഒരു വെള്ളിയുടെ ഒരു മുട്ടുണ്ടായിരുന്നതാണ്, അത് കാണാനല്ല. അതന്നെ അപ്പോൾ നമ്മള് അപ്പോഴേ ഇവര് അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തില്ലേ സോപ്പിട്ട് വെക്കണം. ഒരാൾ 500 രൂപ തരാൻ പറഞ്ഞു, ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല. നിനക്ക് 50 രൂപ കിച്ചു വന്നില്ലേ? ആരും അവൾക്കൊരു പൈസ കൊടുക്കില്ല. അത് അതിന് അച്ഛൻ സോപ്പിട്ട് വാങ്ങണേ. നിനക്ക് എന്താ സോപ്പിട്ട് വാങ്ങിക്കൂടെ? അതാ ഒരു നായ. അതാ അടുത്ത ആള് വരുന്നു. എന്തിനാണ് അമ്മ ഇതുണ്ട് കേട്ടോ. 3 അത് ഒരു 6 കിലോനൊക്കെ ഉണ്ടാവും. അതൊന്ന് കിട്ടിയതല്ലേ ഇപ്പോ. നോക്ക്, ബുക്കൊക്കെ കുറയ്ക്കണം പ്രധാനമന്ത്രി എടുത്ത് പറയുന്നു. ഈ ബുക്ക്, വെള്ളക്കുപ്പി, ചോറ്റുപാത്രം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാടായിട്ട് കുട്ടികൾക്ക് ഇത് എത്ര ദൂരാണോ ചേറ്റി വരാൻ നല്ല ബുദ്ധിമുട്ടാ അല്ലേ? ഇനി തുടങ്ങി. ഇന്നലെ വിളിക്ക് 855. ആദ്യത്തെ 45 രൂപയുടെ ബാക്കിയോടെ 40 റുപ്യയുടെ. അവളുടെ അടുത്ത് എച്ച് ചെയ്യണം. അവളുടെ അടുത്ത് ഒന്നുമില്ല. 40. സാറില്ല, എന്നാലും ഇപ്പൊ ഈ എച്ചല്ല കണ്ടേട്ടാ. ഇനി സ്കൂൾ തുടങ്ങി കഴിഞ്ഞ വെച്ചല്ലേ ഇതാണ് കേട്ടോ. ആ ഫീസ് ഈ ഫീസ് അവിടുത്തെ ഫീസ് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. ഗവൺമെന്റ് സ്കൂളിലാണ്, പക്ഷെ എന്താ ആദ്യത്തെ കുറച്ചൊരു ചെറിയൊരു സംഖ്യ ഉണ്ടാവില്ലേ. അമ്മൂട്ടിക്ക് മാത്രം കേട്ടോ. മറ്റവർക്ക് പിന്നെ പേന പെൻസില് ഒക്കെ വേണ്ടുള്ളൂ. അമ്മൂന് എന്താ ഫസ്റ്റത്തെ എന്തിന്റെ ഫീസ് അധികം? പി ടി ഫണ്ട പറഞ്ഞോ? അപ്പോൾ അത് സ്കോളർഷിപ്പ് കിട്ടില്ലേ നോക്കിയിട്ടില്ല കേട്ടോ. പോയി നോക്കണം. അപ്പം ഞങ്ങൾ ഈ വർത്താനം പറഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് ശരിയാവില്ല. ആരെൻ്റെ കൂടെ വരുന്നത്? അമ്മൂന് ഒരാള് പുറത്തു പോരുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു അടുത്താള് പുറത്തു പോയാലോ. ഇവൾക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബിരിയാണി വേണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? അതാണ് പ്രശ്നം. 250 രൂപയുടെ കൊടയിലും വാങ്ങോ?
എന്നാ പുറപ്പെടും വർത്താനം പറയാൻ സമയം ഞാൻ സ്കൂളിൽ തുറന്നതുള്ളൂ രണ്ട് എന്റെ കൊടവടക്ക് കൊണ്ടത് മാത്രമേ ഇന്നെ തുറന്നു ആ ന്യായവിലയിൽ കഴിഞ്ഞ പ്രാവശ്യം 2 കുട വാങ്ങി 2 കുടയും പോയില്ലേ. 600 ഉറുപ്പ്യക്ക് 2 അല്ലേ? വില കുറവ് നോക്കുമ്പോ 300 ഉറുപ്പ്യക്ക് 2. ആ ശരി, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എന്താ കണ്ടോ, കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുതക്കാലം പിടിക്കുക എന്ന് പറയുന്നിട്ടില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതിൽ കഴുത ആരാ? ഞാൻ. അമ്മ നോക്ക് അമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ ഈ കഴുതെന്ന് പറയുമ്പോ അല്ലേ, വെറുതെ പറയല്ലേ, ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് വിടും. ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് വിടണ്ടേ? ആദ്യം പറയേണ്ടത് കോമഡി ഞാൻ പറയണെന്നുള്ളത്. അപ്പോഴേ സോറി, എന്താ അതെന്തായാലും വിശേഷം നിർത്തട്ടെ. നാളെ കാണാം.